എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇതുപോലൊരു തോരനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ള ഒരു ഓണം സ്പെഷ്യൽ തോരനാണ്. എല്ലായിടവും ഓണം സ്പെഷ്യൽ തോരൻ ഇത് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഓണാട്ടുകാരക്കാരുടെ ഒരു സ്പെഷ്യൽ തോരനാണിത്. ഓണത്തിന് എല്ലാ വീടുകളിലും പണ്ട് കാലം തൊട്ട് ഇത് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനോടനുബന്ധിച്ചൊരു പാട്ട് തന്നെ ഉണ്ട്. ചേനത്തണ്ടും ചെറുപയറും നാളെ തന്നെ തിരുവോണം. അതായത് നമ്മൾ ഉത്തരാടത്തിൻ്റെ അന്ന് ഈ ചേനത്തണ്ടെല്ലാം എടുത്ത് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ആ പാട്ടിൻ്റെ ഐതിഹ്യം എന്ന് തോന്നുന്നു. ചേനത്തണ്ടും ചെറുപയറും നാളെ തന്നെ തിരുവോണം എന്നുള്ള പാട്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്നൊരു വിശദമായിട്ട് ഈ വീഡിയോയിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചേനത്തണ്ടും ചെറുപയറുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോവാം. എടുത്തിരിക്കുന്ന 200 ഗ്രാം പയറാണിത്. അതിന് അതിനായിട്ട് ഒരു ചേനയുടെ ഇത്രയും വലിപ്പമുണ്ട്. നമ്മൾ ചേനയെല്ലാം പട്ട് കഴിയുമ്പം വരുന്നതാണിത്. അപ്പോൾ ഈ ചേന തന്നെ മതി. ഇവിടെ നമ്മൾ 3 പേരെല്ലാം ഉള്ളപ്പോൾ നമുക്കിത് മതി. അപ്പം ഒരു 3 എരിവുള്ള പച്ചമുളകും ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ തൊലി ഇലിഞ്ഞ് കളഞ്ഞിട്ട് നമ്മളിത് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കും. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇത് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കാം. നമുക്കിത് അരിഞ്ഞെടുക്കാം. ആ സമയത്ത് നമുക്കിത് കുക്കറിലിട്ട് ആവശ്യത്തിന് നഖക്ക് മുകളിൽ വെള്ളം നിൽക്കണത് വെന്ത് വരണമല്ലോ. കുതിർക്കാത്തതുകൊണ്ട് നന്നായിട്ട് വേവണം. അതിനായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ 1 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 3 വിസിലടിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം എടുക്കുക. അതല്ല പെട്ടെന്ന് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 വിസിലടുപ്പിച്ച് നമ്മൾ തുറന്നു നോക്കി. വെന്തില്ലെങ്കിൽ വേണം ഒന്നുകൂടെ ഒരു വിസിലും കൂടെ അടുപ്പിക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് എന്തായാലും വെന്തളിഞ്ഞ് പോകരുത്. നമുക്കിത് കണ്ടിതേ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി കളയണം. ഇതിൻ്റെ കരിന്തൊലി നമ്മൾ ചീകിക്കളയുന്നത് രീതിയിലാണ്. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചീകിക്കളയണം. ഈ രീതിയിലെല്ലാം നമുക്ക് ഇത് മൊത്തം ഞാൻ ഇലിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൂടെ ഉള്ളൂ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് കഴുകിയതായിരുന്നു. ഇനിയും കഴുകിയാൽ ചിലപ്പോൾ നമുക്ക് ചൊറിയും കേട്ടോ. എന്തായാലും ഞാൻ ഒന്നുകൂടെ കഴുകി നോക്കാം. കഴുകിക്കൊണ്ട് വരട്ടെ. ഇതേ രീതിയിൽ പണ്ടൊക്കെ ഇങ്ങനെ വലുതാണ് കിട്ടുന്നത്. ഇപ്പോൾ ചെറുത് കനം കുറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അറിയാം. കുനുകുനാന്ന് അരിയാം കേട്ടോ. ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അല്ലാന്നുള്ളതാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഒരു ഫിംഗർ ക്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നോക്കാം. അരമുറി തേങ്ങയാണിത്. ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള 3 പച്ചമുളക്. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒതുക്കി എടുക്കാം. നമ്മുടെ പയറും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 5 ചുവന്നുള്ളി കടുക് താളിക്കാനായിട്ട് ചെറിയ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 3-4 പിന്നെ അല്ലി, 3-4 പറ്റൽമുളക്, ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പല്ല ഉഴുന്ന്. അപ്പോൾ ചട്ടി ചൂടായി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 3 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ മൂത്ത് കഴിഞ്ഞു. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ കടുക്. ഇതിലേക്ക് തന്നെ നമ്മൾ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കും. നന്നായിട്ട് മൂത്ത് ക്രിസ്പിയായിട്ട് വരണം. നന്നായിട്ട് മൂത്ത് ക്രിസ്പി ആവണം ചെറിയ ഉള്ളി കേട്ടോ. ഇതിന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ. ചെറിയ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം പരുവത്തിലിട്ടാണ് ഗ്യാസ്
ഓൺ ചെയ്ത് വെച്ചിട്ട് മീഡിയം പരുവ. അപ്പോൾ നമ്മുടെ വറ്റൽ മുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തണ്ട ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ ചേനത്തണ്ടിൽ. എന്നിട്ടൊരു കൂട്ടി ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം, ഈ ചേനത്തണ്ടിന് ആവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. ആവി വന്ന് നോക്കണം. താഴത്തെ മേളിൽ ഇട്ട് കൊടുക്കണം. മേളിൽ താഴെ ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചെറിയ കൂടി ചേർക്കുന്ന ഒരു പിഞ്ച് കുരുമുളക് പൊടിയാണ്. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വേവണം. ഇതിൻ്റെ വെള്ളത്തിൽ ഇതിനകത്ത് വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലും ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. നമുക്ക് നമ്മുടെ ചേന അപ്പോഴേ അരപ്പിട്ട വീഡിയോ മിസ്സിങ് ആയിപ്പോയി. ഞാൻ അരപ്പ് ഈ പകുതി വെന്തതിന് ശേഷം വെന്തതിന് ശേഷം അതിൻ്റെ അരപ്പിട്ടായിരുന്നു. കാരണം അരപ്പിൻ്റെ വെള്ളവും കൂടെ ഇറങ്ങി ചേർന്ന് ചേനത്തണ്ടൊന്ന് വേവാൻ വേണ്ടി. അതിന് ശേഷമാണ് തുറന്ന് നോക്കിയിട്ട് ഇത് അരപ്പും ചേനത്തണ്ടോട് ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് വീണ്ടും നമ്മളിത് അടച്ചു വെക്കണം. ഒന്ന് സെറ്റാകാൻ വേണ്ടി. സെറ്റായിട്ടൊന്ന് ചേനൻ്റെ കൂടെ കൂടി ചേർന്ന് വേവാൻ വേണ്ടി ചേനത്തണ്ടിലോട്ട് ഈ അരപ്പൊന്ന് ചേരണം. അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചേനത്തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട ഇതിലേക്ക് നമുക്ക് ഇനി പയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പയർ ഇട്ട് കൊടുക്കുന്ന കൂട്ടി ഇളക്കാം. പയർ നന്നായിട്ട് വെന്ത് അതിന് ഉപ്പും ചേർത്തതാണ്. നമ്മൾ പലതവണയായിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി കൂടത്തില്ല. നമ്മൾ കറക്റ്റിലല്ലേ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ 1/4 സ്പൂൺ ഉപ്പ് ഞാൻ പയറിനിട്ടു. 1/4 സ്പൂൺ ഉപ്പ് ഞാൻ അതിൻ്റെ അരപ്പിനിട്ടു. 1/4 സ്പൂൺ ഉപ്പ് നമ്മൾ ചേനയ്ക്കും തണ്ടിനും ഇട്ടു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പാണ്. അധികം ഉപ്പാവത്തില്ല കേട്ടോ. ചിലർക്കുള്ള സംശയമാണ് നമ്മളിങ്ങനെ പല തവണയായിട്ട് ഉപ്പിടുമ്പോൾ ഉപ്പ് കൂടത്തില്ല. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് അടച്ചു വെക്കുക. ഇതൊന്ന് കൂട്ടിച്ചേരാൻ വേണ്ടിയാണ്. വേവണ്ട, എല്ലാം വെന്ത് നല്ല പാകമായിട്ട് നമുക്ക് വേവണ്ട. ഒന്ന് നോക്കട്ടെ ഉപ്പുണ്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കാം. ഒന്നുകൂടെ ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പം നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ, ഓണം സ്പെഷ്യൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുകയാണ്. എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്. നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇട്ടാൽ എല്ലാവരും കാണാതെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും മനസ്സിലാക്കി കാണുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബന്ധുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.